ഇവിടെ സ്വയംഭൂവാന്നും ശിവപാർവതി ക്ഷേത്രമാണെന്ന് പറയും. ചുറ്റും വള്ളിക്കെട്ട കേട്ടോ, മുകളിലും കണ്ടെങ്കിൽ പ്രകൃതി തന്നെയാണ് ഭഗവാന് പന്തൽ ഉണ്ടാക്കി നിർമ്മിച്ചത്. ഫുൾ കാട് പ്രദേശമാണ്, ഒരു മലയോര പ്രദേശമാണ് കേട്ടോ. ഇത് നീലേശ്വരം ഭാഗത്തായുള്ളത്. അഡ്രസ്സ് ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞുതരാം കേട്ടോ. ചുറ്റും വള്ളിക്കാടാണ്. വള്ളിക്കാട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നും പറയുന്നില്ല, ഒന്നും നമ്മൾ സ്വയം തീരുമാനിച്ച് വരുന്നതല്ല. ഭഗവാൻ നമ്മളെ നിയോഗിച്ചു, നമ്മളിവിടെ വന്നു ചെയ്തു. അല്ലെങ്കിൽ എവിടെയോ കിടക്കുന്ന ഈ ഒരു ക്ഷേത്രത്തിൽ നമ്മൾ വരേണ്ട ആവശ്യമേ ഇല്ല. കാരണം ഒരിക്കലും സ്വപ്നത പോലും നമ്മൾ ചിന്തിക്കാത്ത, പറയാതെ, അറിയാത്ത സ്ഥലത്തേക്കാണ് നമ്മളെ ഭഗവാൻ കൂട്ടിക്കൊണ്ട് പോകുന്നത്. നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കൂ. അല്ലെങ്കിൽ ഇത്രയും ഉൾഗ്രാമത്തിൽ, അതായത് നീലേശ്വരം ടൗണിൽ നിന്ന് എത്രയോ ഉൾഗ്രാമത്തിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. നമ്മൾ ആരോടും ചോദിക്കും, ഭഗവാന്റെ മുന്നിൽ വെച്ചിട്ട് നമുക്ക് നുണ പറയേണ്ട ആവശ്യമില്ലല്ലോ. ഇതാരും പറഞ്ഞിട്ടോ അല്ലെങ്കിൽ ഇതാക്കിയിട്ടൊന്നും അല്ല വരുന്നത്. ഭഗവാൻ നമ്മളെ ഇങ്ങോട്ട് ക്ഷണിച്ചു, ഭഗവതി നമ്മളിങ്ങോട്ട് ക്ഷണിച്ചു, നമ്മൾ വന്നു എന്ന് മാത്രം. ഇത് ദേവി ക്ഷേത്രമാണ് കേട്ടോ. മഹാദേവനും അമ്മയും തന്നെയാണ് ഇവിടെ ഇരിക്കുന്നത്. കണ്ടില്ലേ എന്താ രസം എന്നൊക്കെ. ചുറ്റും കാടാണ് കേട്ടോ, വള്ളിക്കെട്ടലിലുള്ള കാടുകളാണ്. ഈ ക്ഷേത്രത്തിന് ഒരു ഓഡിറ്റോറിയത്തിൻ്റെ അത്യാവശ്യമായിട്ടാണ് ഇവിടെ ബാനർ അടിച്ച് വെച്ചിട്ട് കാണുന്നത്. നിങ്ങൾക്ക് പറ്റുന്ന സഹായങ്ങൾ ഈ ക്ഷേത്രത്തിനും എത്തിക്കുക. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് 1 രൂപയാണെങ്കിൽ 1 രൂപ ഈ ക്ഷേത്രത്തിൽ, നമ്മൾ കാണിച്ചു തരുന്ന ക്ഷേത്രത്തിൽ നിങ്ങൾക്ക് എത്തിക്കാൻ പറ്റുമെങ്കിൽ സന്തോഷം. അത് ഒരുപാട് പേര് അതുപോലെ കയ്യൊപ്പോടുകൂടി ചെയ്യുമ്പം അത് കുറച്ചും കൂടി അതിന് ഫലം ഉണ്ടാവുമല്ലോ, അതുകൊണ്ടാണ് പറയുന്നത് കേട്ടോ. ചുറ്റും കാടാണ്, അനന്തങ്കാട് എന്ന് പറഞ്ഞാലേ ഉള്ളിൽ കണ്ട. ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ ഇവിടെ കണ്ടെങ്കിലും വള്ളിക്കെട്ട, മൊത്തം വള്ളിക്കെട്ട. നോക്കട്ടെ, വള്ളിക്കെട്ട് കൊണ്ടുള്ള കളിയാണ്. ഒരു വലിയൊരു കുന്നിൻ്റെ മുകളിലായി ക്ഷേത്രം വരുന്നത്. ഇപ്പോൾ ഇതിൻ്റെ ആൾക്കാരെ ക്ഷണിച്ചു വിളിച്ചിട്ടൊന്നും നമ്മളിപ്പോൾ ഇത് പറയാണ്ട് നമ്മൾ ആരോടും അറിയാതെ വന്നതല്ലേ. പിന്നെ ഈ നട്ടുച്ച സമയമല്ലേ, അതുകൊണ്ട് പിന്നെ അതിനോടൊന്നും വലിയ താല്പര്യം ഉണ്ടാവില്ല. നമ്മളിവിടെ ഭഗവതി ക്ഷണിച്ചു വന്നു. നമ്മൾ
കാണാൻ വേണ്ടി വന്നു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അല്ലാണ്ട് ഇത് ഇവിടെ അതിൻ്റെ അധികാരികളാരും ക്ഷണിച്ച് വന്നതല്ല. പിന്നെ നമ്മളെ പോക്കും അറിയാലോ, നമ്മൾ ക്ഷണിക്കാതെ തന്നെയാണ് എല്ലാ ക്ഷേത്രങ്ങളും. ഇപ്പം 5 വർഷമായിട്ട് നമ്മൾ ക്ഷണിക്കാതെ തന്നെയാണ് ഓരോ ക്ഷേത്രത്തിൽ പ്രവേശിച്ചത്. അതിന് നമുക്ക് ഒരു ക്ഷേത്രത്തിൽ നിന്നും പെർമിഷൻ തരാതെ ഇരുന്നിട്ടില്ല. ഒന്നുകിൽ ഭഗവാൻ അല്ലെങ്കിൽ അവിടുത്തെ ക്ഷേത്ര ഭാരവാഹികൾ തന്നിട്ടുണ്ട്. ഇപ്പം ഇവിടെ ആരും ഇല്ല, ഞാൻ മടങ്ങുവാന്നേ. ജസ്റ്റ് നിങ്ങൾക്ക് ഇവിടെ വന്നു എന്ന് കാണിച്ചു തരാൻ വേണ്ടി മാത്രമാണ്. ഇതിൻ്റെ മുകളിൽ നിന്ന് കഴിഞ്ഞാൽ അങ്ങ് ദൂരെ നീലേശ്വരം പുഴ കാണാം. ആ പുഴക്ക് വേറെ പേരുണ്ടോ ഇല്ലെന്നൊന്നും എനിക്കറിയില്ല. ഇവിടെ നല്ല AC നിന്നത്തെ കാറ്റാണ്. തൊട്ട അങ്ങോട്ട് പാടം കണ്ട, നിങ്ങൾ ആദ്യം പാടം കാണിച്ചു തരാം. നിങ്ങൾക്ക് കണ്ട നല്ല ഗ്രാമപ്രദേശം ആണ് പാടം. കണ്ട അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞാൻ പിന്നീട് കാണിച്ചു തരാൻ വേണ്ടി പോകുന്നത് ഒരു പുഴയാണ്. അടിപൊളി പുഴ. കണ്ട സംഭവം അങ്ങനെ സൂപ്പറല്ലേ? അതൊന്ന് പുഴ. ഇത് 3 പ്രദേശത്തെ ആൾക്കാരെ നടത്തുന്നതാണ് ഈ ഉത്സവവും ഇവിടുത്തെ കാര്യങ്ങളെല്ലാം. അപ്പോൾ അതുകൊണ്ട് ഇവർക്ക് ഇതിന് 3 പ്രദേശത്തുള്ള ആളുകളിൽ നിന്ന് അനുവാദമില്ലാതെ ഇവർക്ക് ക്ഷേത്രത്തിൻ്റെ ബാക്കി കാര്യങ്ങളൊന്നും ചെയ്യാൻ സാധ്യമല്ല. അപ്പോൾ അതുകൊണ്ട് നമുക്കിത് പുറത്തുനിന്ന് ജസ്റ്റ് ഇങ്ങൾക്കൊന്ന് കാണിച്ചു തരാൻ പറ്റുമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാനിവിടുന്ന് ഇറങ്ങുവാന്നേ. നല്ല നമസ്കാരം. ഉൾഗ്രാമത്തിലാണ് കേട്ടോ ഈ ക്ഷേത്രം വരുന്നത്. ചരിത്രവും ഐതിഹ്യമൊന്നും പറഞ്ഞു തരേണ്ട ആൾക്കാർ ഇവിടെ ഇല്ല. നമ്മളിപ്പം അവരെ പെർമിഷനിലാണ്ട് നമുക്ക് ഉള്ളിൽ പോയിട്ടൊന്നും എടുക്കാനൊന്നും പറ്റില്ല. അപ്പം അതിന് അധികാരികൾ, ഭഗവാൻ നിയോഗിച്ച അധികാരികളുണ്ട്. അപ്പോൾ അവരെ പെർമിഷൻ വേണം, എങ്കിൽ മാത്രമേ നമുക്കതൊക്കെ ചിത്രീകരിക്കാൻ സാധിക്കുകയുള്ളൂ. ഇത് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരുക എന്നുള്ളത് മാത്രമേ നമ്മൾ ഉദ്ദേശിച്ചുള്ളൂ കേട്ടോ. അയ്യങ്കുന്നത്ത് ശ്രീ ഭഗവതി ക്ഷേത്രം പാലായി എന്ന ദേശത്താണ്.